ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊക്കെ സർവീസ് കിട്ടിയിരിക്കുന്ന ഐഫോൺ 40 പ്ലസ് ആണ്. ഇത് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ സാധനം ഡെഡ് ആണ്. സോ ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. DC ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോൺ ഫുള്ളായിട്ട് ഷോർട്ട് കാണിക്കുന്നുണ്ട്, അതായത് ബസർ അടിയുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് DC ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. DC ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ള ബൂട്ട് കേബിൾ മാത്രം യൂസ് ചെയ്യുക. നോർമൽ ബൂട്ട് കേബിൾ നമ്മൾ ഒഴിവാക്കുക. അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെക്കാനിക്ക അല്ലെങ്കിൽ അതേപോലെ പല ബ്രാൻഡുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഫോണ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബൂട്ടാക്കി കാണിച്ചു തരാം. ഇവിടെ DC ഓൺ ആക്കുന്ന സമയത്തിന് ഫോൺ ഫുള്ളായിട്ട് ഷോർട്ടാണ് കാണിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, മദർ ബോർഡ് പുറത്തെടുത്ത് വെച്ചിട്ട് എവിടെയാണ് ഷോർട്ട് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മദർ ബോർഡ് പുറത്തെടുത്ത് വെച്ചിട്ടും സെയിം ഷോർട്ട് കാണിക്കുന്നുണ്ടോ നോക്കാം. അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ മദർ ബോർഡാണ് ഷോർട്ട്, അല്ല എന്നാണെങ്കിൽ ഇതിലേതെങ്കിലും കേബിളോ കാര്യങ്ങളായിരിക്കും ഷോർട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡ് ജസ്റ്റ് ഒന്ന് സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഒന്ന് പുറത്തെടുക്കാം. മദർ ബോർഡ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വീണ്ടും ഷോർട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ബോർഡ് തന്നെയാണ് ഷോർട്ട് എന്നുള്ള കൺഫേം ആണ്. സോ ഇനി എവിടെയാണ് ഷോർട്ട് എന്നുള്ളത് ജസ്റ്റ് ഫൈൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഷോർട്ട് ഫൈൻഡിങ്ങിൻ്റെ 2 മെത്തഡും കാണിക്കുന്നുണ്ട്. അതായത് തെർമൽ ക്യാമറ യൂസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, അതുപോലെ നമുക്ക് റോസിംഗ് ഫ്ലെക്സ്. ഈ 2 മെത്തഡിൽ നമുക്കിത് ഷോർട്ട് ഫൈൻഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അത് ഡീറ്റെയിൽ ആയിട്ടുള്ളത് വീഡിയോ കാണിക്കാം. മദർ ബോർഡ് DC കണക്ട് ചെയ്തിട്ടുണ്ട്. സോ തെർമൽ ക്യാമറയും ഇവിടെ ഓണാണ്. എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബൂട്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഹീറ്റ് ആവുന്നുണ്ടോ എന്നല്ല ചെക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ഇതിലാണ് ഹീറ്റ് ആവുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, മദർ ബോർഡ് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഇതിൽ ഷോർട്ട് കിട്ടുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ വേറെ എവിടെയും ഹീറ്റ് ഒന്നും കാണിക്കുന്നില്ല. ചാർജിങ്ങിൻ്റെ ഈ ഒരു കേബിൾ ഡയറക്റ്റാണ് നമുക്ക് ഹീറ്റ് ആവുന്നത്. ബോർഡ് DC ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയും ഹീറ്റ് കാണിക്കുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യണം, മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യണം. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇതിൽ റോസിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം, മദർ ബോർഡ് ടോട്ടലി സെപ്പറേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കമ്പോണൻസിൻ്റെ മുകളിൽ നമ്മൾ റോസിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ റോസിംഗ് ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എവിടെ നിന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടില്ല. സോ മദർ ബോർഡ് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി പോർഷൻ കാണിക്കാം. മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷീൽഡിന് റിമൂവ് ആക്കി നോക്കാം. കാരണം ഇതിൻ്റെ താഴെയാണ് പവറൈസിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അവിടെയും വരുന്നുണ്ട് നമുക്ക് മെയിൻ കണക്ഷൻസ്. മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ റീബോർഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്ക് ആദ്യം ഇവിടെയും ജസ്റ്റ് ഷോർട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇതൊന്ന് ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഹീറ്റിംഗ് ഉണ്ടോ അല്ലെങ്കിൽ കപ്പാസോ കാര്യം ഏതെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് ഈ ഷീൽഡ് റിമൂവ് ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഷീൽഡ് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കമ്പോണൻസും പവറൈസിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതേപോലെ ചാർജിങ് ഐസിയും വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് ഹീറ്റ് ആകുന്നത് എന്നുള്ളത് DC-യിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തെർമൽ ഓൺ ആക്കിയിട്ടുണ്ട്. സോ ബൂട്ടാക്കി നോക്കാം. അല്ല, ഈ ഒരു സെക്ഷനിലല്ല ഹീറ്റ് ആവുന്നത്. നമുക്ക് എന്തായാലും സെപ്പറേറ്റ് ചെയ്യണം. മദർ ബോർഡ് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം ഷോർട്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പം ഇനി പലർക്കും വരുന്ന ഡൗട്ടാണ്, നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തു, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കണ്ടന്റ് നമുക്ക് ഈ ഒരു ബോർഡിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ CPU പവറൈസിങ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഒരു ബോർഡിലും. സോ ഇതെങ്ങനെ ബൂട്ടാക്കുന്നു പലർക്കും ഡൗട്ട് ഉണ്ടാവും. സോ ആ ഒരു ഡൗട്ട് ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജസ്റ്റ് ഹീറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയാട്ടെ. അതിനുശേഷം പ്രോപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബോർഡ് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് നമുക്ക് ഈ ഒരു ബൂട്ടാക്കാൻ പറ്റില്ല എന്നല്ല, കാരണം ഇതിൻ്റെ ബാറ്ററി കണ്ടന്റ് ഇതിൻ്റെ വരുന്നത് അപ്പർ ലെയറിലാണ്. സോ ഇതിൻ്റെ താഴെ വരെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കേബിൾ കാണാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. സോ ഇതാണത്, ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ വരുന്നത്. അതെങ്ങനെ ജസ്റ്റ് ഒരു ബിറ്റ് മാപ്പ് വെച്ച് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ്, ഇവിടെയാണ് അതിൻ്റെ ബാറ്ററി കണക്ഷൻ വരിക. അതായത് ഇതാണ് അതിൻ്റെ ബാറ്ററി കണ്ടന്റ്. സോ നമ്മളിവിടെ ബാറ്ററി കണ്ടന്റ് നമ്മൾ കണക്ഷൻ നോക്കുമ്പോൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ്. അത് ഈ ഒരു ലെയറിൽ നിന്ന് പിന്നെ നമുക്ക് എന്താണ് ഇവിടെ വരുന്നുണ്ട്. സോ ഇതും നമുക്ക് CPൻ്റെ ലെയറാണ്. നമുക്കൊന്നെങ്കിൽ കണക്ഷൻ ഇവിടെ കൊടുക്കാം, ഇതിലേക്ക് നമുക്ക് പോസിറ്റീവ് കണക്ഷൻ കൊടുക്കാം. അല്ല എന്നാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ കണക്ടർ വരുന്നത്, ഇവിടെ 4 ടെസ്റ്റ് പോയിൻ്റ് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ഇവിടെ കൊടുക്കുന്നതാണ്. അതായത് ഈ ഒരു 4 പോയിന്റ് നമുക്ക് സെയിം കണക്ഷനാണ്, അത് VDD മെയിൻ വരുന്നത്, ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് കണക്ഷനാണ് വരുന്നത്. സോ ഈ ഒരു പാത്ത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഇവിടെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അതിലേക്കൊരു ലെഡിൻ്റെ വയർ ഇതേപോലെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ച് കൊടുത്തു. ഇനി ബാക്കി എന്താണെന്നുള്ളത് ജസ്റ്റ് തെർമലിൽ വെച്ച് കാണിക്കാം. നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗ്രൗണ്ട് എന്ത് ചെയ്തു, നമ്മളിവിടെ കണക്ട് ചെയ്തു. ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ നേരത്തെ ജമ്പർ ചെയ്ത് ആ ഒരു കണക്ഷനിൽ നമ്മളിതെന്ത് പോസിറ്റീവ് കണക്ട് ചെയ്തു. ഇനി നമുക്ക്
ഒന്നൊരു ബൂട്ട് ചെയ്ത് നോക്കാം, അതായത് പവർ ഇഞ്ചക്റ്റ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലും ഹീറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത്. സോ ജസ്റ്റ് ക്യാമറ കാണുന്ന പോലെ വെക്കാം. ശേഷം എന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് ഒന്ന് ബൂട്ടാക്കി നോക്കാം. ആ ഒരു ഹീറ്റിംഗ് കാണുന്നത് അവിടെ ജസ്റ്റ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. സോ നമുക്ക് ഒന്ന് ബൂട്ടാക്കാം. ഓക്കെ, ഹീറ്റിംഗ് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു പോർഷനിലാണ് നമുക്കിവിടെ ഹീറ്റ് ആകുന്നത്. അതായത് ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ നമുക്കിവിടെ കമ്പൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ആ പവർ ഐസി നമ്മൾ ഷീൽഡിലൂടെ ഇപ്പോൾ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പോർഷനിലും കാണിക്കുന്നുണ്ട് ഹീറ്റ്. സോറി, അവിടെ ഹീറ്റ് കാണിക്കുന്നില്ല, ഇപ്പോൾ ഇവിടെ മുകൾ ഭാഗത്താണ് ഹീറ്റ് കാണിക്കുന്നത്. സോ ഇവിടെ ഒരു ഷീൽഡ് വരുന്നുണ്ട്, അതായത് ഈ ഒരു ഷീൽഡ് ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതാണ് അതിൻ്റെ സെക്ഷൻ വരുന്നത്, ഈ ഒരു സെക്ഷനാണ് അത് വരുന്നത്. സോ നമുക്ക് ആ ഒരു ഷീൽഡും കൂടി ഒന്ന് റിമൂവ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് നോക്കാം. നേരത്തെ ഹീറ്റിംഗ് കാണിച്ചെടുത്തുള്ള ആ ഷീൽഡ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുണ്ട്. അതായത് ഇത് ഫേസ് ഐ ഡി ഐ സി ആണ് വരുന്നത്, ഫേസ് ഐ ഡി കൺട്രോൾ ചെയ്യുന്ന ഐ സി ആണ് നമുക്ക് വരുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി ഒന്ന് ഹീറ്റ്, അതായത് ബോർഡ് ഒന്ന് ബൂട്ടാക്കിയിട്ട് നോക്കാം. ഓക്കെ, സാധനം കിട്ടി. അപ്പോൾ ഇവിടെ കറക്റ്റ് ഐസിൻ്റെ അടുത്ത് ഹീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി കാണിച്ചു തരാം. നമ്മൾ കറക്റ്റ് തെർമലിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അത് ആ കറക്റ്റ് ഒരു കപ്പാസിറ്ററാണ്. ഇവിടെ അതെ, ഈ സെൻറ്ററിൽ കാണുന്ന, അതായത് ഐസിൻ്റെയും ആ ഒരു കോയിലെടുത്ത് കാണുന്ന കപ്പാസിറ്ററാണ് നമുക്ക് ഹീറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് മെത്തേഡ്, അതായത് നമുക്ക് ഇനി തെർമൽ ക്യാമറ ഇല്ലാത്തവർക്ക് ഈ ഷോട്ട് എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു ഏകദേശ ഐഡിയ കിട്ടി എവിടെയാണ് ഹീറ്റിംഗ് ഉള്ളത് എന്നത്. അപ്പോൾ ഇനി തെർമൽ ക്യാമറ ഇല്ലാത്തവർക്ക് നമ്മുടെ റോസിം ഫ്ലക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ജസ്റ്റ് ഈ ഒരു ഹീറ്റിംഗ് പ്രോപ്പറായിട്ട്, അത് ഷോട്ട് എവിടെ നിന്നുള്ള പ്രോപ്പറായിട്ട് ഫൈൻഡ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റോസിം ഫ്ലക്സ് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന റോസിം ഫ്ലക്സ്, യൂസ് ചെയ്തിരുന്ന റോസിം ഫ്ലക്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് ഹെൽത്തിന് അത്ര നല്ലതല്ല. തെർമൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം യൂസേജ് നമുക്കിപ്പോൾ വരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയും പിടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ട് ഇവിടെയാണ് ഹീറ്റിംഗ് ഉള്ളത്, അതായത് ഇവിടെയാണ് ഷോർട്ട് ഉള്ളതെന്നുള്ള. അപ്പോൾ തെർമൽ ക്യാമറ ഇല്ലാത്ത ടെക്നീഷ്യൻ ആണെങ്കിൽ നോർമലി ഇതിപ്പോൾ അറിയില്ല, മദർ ബോർഡ് ഈ ഒരു കണ്ടീഷനിൽ അവർക്ക് കിട്ടുള്ളൂ. സോ അവർക്ക് എവിടെയാണ് ഇത് ഹീറ്റിംഗ് ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അതായത് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷീൽഡ് റിമൂവ് ആക്കിയിട്ടില്ല എന്ന് വിചാരിക്കുക. അതിനുശേഷം ഡയറക്റ്റായിട്ട് ഇവിടെ ടോട്ടലൊന്ന് ഹീറ്റ് റോസിം ഫ്ലക്സ്, ഈ ഒരു ടോട്ടൽ ഏരിയ റോസിം ഫ്ലക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അപ്ലൈ ചെയ്ത് നമ്മൾ ഹീറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, അതായത് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഹീറ്റിംഗ് കിട്ടും. അതായത് നേരെ നമുക്ക് ഡയറക്റ്റ് ഷോർട്ടിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഏരിയ ഇവിടെ പുകച്ചിട്ട് ഇവിടെ ഹീറ്റാക്കി നോക്കുമ്പോൾ നമുക്ക് വോൾട്ടേജ് കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഹീറ്റിംഗ് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ കമ്പൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഷീൽഡ് ഉണ്ട്. അപ്പോൾ ആ ഷീൽഡ് റിമൂവ് ആക്കുക, അതിനുശേഷം ഈ ഒരു ടോട്ടൽ ഏരിയ ഒന്ന് പുകച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കറക്റ്റ് ഹീറ്റിംഗ് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ 1 by 1 ആക്കി കാണിച്ചു തരാം. ഞാനിപ്പോൾ എന്തായാലും നമുക്ക് പറയാമല്ലോ ഏകദേശം ഇവിടെയാണ് ഹീറ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോട്ടൽ മദർ ബോർഡ് നിങ്ങൾ പുകക്കണം. അപ്പോൾ ഞാനിത് ടോട്ടൽ പുകക്കുന്നില്ല, ഈ ഒരു ഏരിയ മാത്രമേ ഞാൻ റോസിം ഫ്ലക്സ് വെച്ച് പുകക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഹീറ്റ് ആകുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു സാധനം പുകക്കുന്ന സമയത്ത് മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, കാരണം അത്ര നല്ല കാര്യമല്ല അത്, നമുക്ക് ഹെൽത്തിന് ഒട്ടും നമുക്ക് ബെറ്റർ അല്ല. ഇതിന് പകരമായിട്ട് നമുക്കിപ്പോൾ കർപ്പൂരം യൂസ് ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് ഹെൽത്തിന് ഇഷ്യൂ വരുന്നില്ല, അതായത് ഇതിൻ്റെ അത്ര നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നില്ല കർപ്പൂരം ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പുകച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വോൾട്ടേജ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഡയറക്റ്റ് DC കണക്ട് ചെയ്തിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എവിടെയും ഹീറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു പോർഷനിൽ നമ്മൾ ഓപ്പോസിറ്റ് ഹീറ്റിലുണ്ട്, നമുക്കിവിടെ ഹീറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഹീറ്റ് ആക്കിയപ്പോൾ നമുക്ക് എന്താണ് അത്രയും ഹീറ്റിംഗ് കാണിക്കുന്നില്ല, അതായത് നോർമൽ തെർമലായതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഹീറ്റിംഗ് അവിടെ ഫൈൻഡ് ആയത്. സോ ഇവിടെ നിങ്ങളിപ്പോൾ ടോട്ടൽ ഹീറ്റ് ആക്കി പുകച്ചും വിചാരിക്കാം, അപ്പോൾ എവിടെയും ഹീറ്റ് കാണുന്നില്ല. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റേജ് എടുക്കാം. ഇവിടെ ഷീൽഡ് ഉണ്ട്, അപ്പോൾ ഈ ഷീൽഡ് റിമൂവ് ആക്കുക, ഇവിടെയും പുകച്ചു കൊടുക്കാം.
ഇവിടെയും പുകച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റ് ആക്കുക, പവർ കൊടുക്കുക. പവർ കൊടുക്കുമ്പോൾ ഇവിടെയും ഹീറ്റ് ആവില്ല. അപ്പോൾ നെക്സ്റ്റ് ഷീൽഡ്, ഇതിൽ ഈ ഷീൽഡ് റിമൂവ് ആക്കാം, ഇവിടെയും പുകച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇവിടെ പുകച്ചിട്ട് ഈ ഒരു കമ്പൗണ്ട് ഹീറ്റ് ആവുന്നത് കറക്റ്റ് കാണിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ പുകച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി DC ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, ബൂട്ടാക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി. അതായത് നമുക്കിവിടെ ഹീറ്റായി. ഡയറക്റ്റ് ഒന്നും കൂടി കാണിച്ചിട്ട് അവിടെ ഡയറക്റ്റ് പുക വരുന്നത് അവിടെ ഹീറ്റ് ആവുന്നുണ്ട്. സോ വീണ്ടും റോസ്റ്റിംഗ് ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി നമുക്ക് വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. അധികം ടെക്നീഷ്യന്മാർ നമ്മൾ വിടുന്ന വീഡിയോയിലൊക്കെ നമ്മൾ അധികം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുമ്പോൾ തെർമൽ ക്യാമറ യൂസ് ചെയ്ത് ഷോട്ട് ഫൈൻഡ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ടെക്നീഷ്യന്മാർ കമൻറ്റ് ചെയ്യുന്നത് തെർമൽ ക്യാമറ യൂസ് ചെയ്യുന്നില്ല, റോസ്റ്റിംഗ് ഫ്ലെക്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മെത്തേഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെക്നീഷ്യന്മാർ കമൻറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്തത്. ജസ്റ്റ് ബൂട്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി, അവിടെ ബൂട്ടായി. അതായത് ഇവിടെയാണ് ആ ഷോട്ട് ആയത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ആക്കാം. കപ്പാസിറ്റർ റിമൂവ് ആക്കിയിട്ട് നമുക്ക് സെയിം ഷോട്ട് കാണിക്കുന്നുണ്ടോ അതോ വേറെ ലൈനിൽ ഷോട്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ആ ഒരു കപ്പാസിറ്റർ ഇപ്പോൾ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താക്കാം, ബൂട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈസ് ഇപ്പോൾ നോർമലാണോ, അത് ഷോട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ബൂട്ടിങ്ങും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കത് കൺഫേം ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് പാക്ക് ചെയ്യാം. മദർ ബോർഡ് ഷോട്ട് ടോട്ടലായിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കപ്പാസിറ്റർ മാത്രമായിരുന്നു ഷോട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡ് ഇനി ഒന്ന് ഓൺ ആവുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോപ്പറായിട്ട് ബൂട്ട് ആവുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ റീഡിങ് കണ്ടാൽ മനസ്സിലാവും പ്രോപ്പറായിട്ട് ഓൺ ആവുന്നുണ്ട്. ഓക്കെ, ടോട്ടലായിട്ട് ബൂട്ടായി. ഇപ്പോൾ ലോഗോ വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിവിടെ കയറുന്ന സമയത്താണ് നമുക്ക് ആ ഡിസ്പ്ലേയിൽ ലോഗോ വരുന്നത്. ഓക്കെ, ബൂട്ടിങ് നോർമലാണ്, പ്രോപ്പർ ബൂട്ടിംഗ് ആണ്. സോ ഇനി ബാക്കി പണികളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ലെയർ ക്ലീൻ ആക്കാം, ലെയർ റീബോൾ ആക്കാം, ഫിക്സ് ചെയ്യുക, കസ്റ്റമറിന് കൊടുക്കാം.